ഇഡ്ലിച്ചെമ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിന്റെ ബേസ് ചെറുതും വീതി കൂടുതലുമാണ്. അപ്പോ ഇങ്ങനെ ഓൾറെഡി നമുക്ക് പാത്രം ഇഡ്ലിച്ചെമ്പ് ഉള്ളവർക്ക് കുറച്ചും കൂടെ ആ ബേസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മാത്രം തീ നിൽക്കുന്നത് പോലെ ഒരു ചെറിയ ബേർണറിന്റെ സൈസിലേക്ക് നമുക്ക് പാത്രം ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഡ്ലിച്ചെമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ആവിയിൽ കയറ്റിയെടുക്കുന്ന ഏതൊരു ഭക്ഷണം നമ്മൾ ഇതിൽ വെച്ചാണല്ലോ നമ്മൾ പാചകം ചെയ്യുക. അടാപ്പിടി പിന്നെ നമ്മുടെ വിവിധ തരം അപ്പങ്ങളെ അപ്പങ്ങളെമ്പാടും ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ. സോ വി കണ്ടിന്യൂ. അപ്പോ ഈ ആവിയിൽ വേവിക്കുന്ന ഏതൊരു ഭക്ഷണമാണെങ്കിലും ഉണ്ടല്ലോ, നല്ലവണ്ണം മാക്സിമം അതിന്റെ ഹൈ ഫ്ലെയിമിൽ തീ കൊടുത്തെങ്കിലാണ് അത് മൃദുവായിട്ട് കിട്ടാം. മാവ് എത്ര നല്ലവണ്ണം തന്നെ പൊങ്ങി വന്നാലും ഇല്ലെങ്കിൽ അത് എത്ര വണ്ണം തന്നെ നന്നായിട്ട് നമ്മൾ തേച്ച് കൂട്ടിയെടുത്താലും തീയുടെ അളവ് ആവിയിൽ വേവിക്കുന്ന ഭക്ഷണം തീ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ കല്ലച്ചും അല്ലെങ്കിൽ ഉറച്ചു പോകും. ഇതിലിപ്പോ ഈ അപ്പങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, പക്ഷെ കുറച്ചൊക്കെ ആ ഗ്യാസ് ഒന്ന് കാറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് പോയിന്റ്. ബാക്കി ഞാൻ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ഒരു ഇഡ്ലി ചെമ്പ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അടിയിൽ ബേസ് വീതി കുറഞ്ഞ് മേലോട്ട് പോകുന്തോറും ഇങ്ങനെ വീതി കൂടുന്ന ഒരു പാത്രം കഴിവതും തിരഞ്ഞെടുക്കാതെ ഇരിക്കുക. കാരണം നമ്മൾ തീ അങ്ങോട്ട് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ ചൂടും തീയും LPG ഒക്കെ കുറച്ചൊക്കെ വേസ്റ്റ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബേസ് വീതി മാക്സിമം പരന്നിരിക്കുന്ന ഒരു ഇഡ്ലി ചെമ്പ് തന്നെ തിരഞ്ഞെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ തീ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് മാക്സിമം വേസ്റ്റ് ആവാണ്ട് അത് ഉള്ളിലേക്ക് ആ ചൂട് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ഓൾ ദ അപ്പംസ് നല്ല മൃദുവായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ഫെർമെന്റഡ് ഭക്ഷണങ്ങളായ നമ്മുടെ ഇഡ്ലി ആൻഡ് വട്ടയപ്പം ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും പുളിപ്പിച്ച ബാറ്റർ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മെറ്റലുകളെക്കാട്ടിലും സ്റ്റീൽ വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന LPG സേവിങ്ങിനെ കുറിച്ച് ഈ അവോയ്ഡ് LPG ലോസ് 1-ൽ ഞാൻ വിവരിച്ച് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് എ നൈസ് വീഡിയോ. വാച്ച് ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ഷ്യോർലി ഹെൽപ്പ്. സോ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഈ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം. So that's it for today. See you again with a nice video. This is Godsi from Godsi's Version Malayalam. Take care. Goodbye.